ആസിഫിക്കൊക്കെ എനിക്ക് തോന്നുന്നു അമൃത TV ഒരു പുതിയൊരു വേദിയല്ല അല്ലേ? മുന്നേ ആസിഫിക്ക വന്നിട്ടുണ്ട്. ആ ഒരു മെമ്മറി നമ്മളോടൊന്ന് ഷെയർ ചെയ്യോ? എനിക്ക് ആദ്യം പറയുകയാണെങ്കിൽ സൂപ്പർ സ്റ്റാറിനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങണം. കാര്യം ഇതുപോലൊരു ഗ്രാൻഡ് ഫിനാലേക്ക് കുത്തിയിരുന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ജോബും അതിനുണ്ടാക്കിയ ഒരു ഇമ്പാക്ട്, പ്രത്യേകിച്ച് മലയാളം ടെലിവിഷൻ ആ ഒരു സമയത്ത് ആദ്യമായിട്ട് വരുന്നൊരു റിയാലിറ്റി ഷോയെ അവര് സെലക്ട് ചെയ്ത പാട്ടുകള്, ഇപ്പോഴും അന്ന് കേട്ട പല പാട്ടുകളും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ആ പെർഫോമൻസസ് കൂടെയായിരുന്നു. താനേ തിരിഞ്ഞും ഞാൻ എനിക്കുള്ള പണി ഞാൻ തന്നെ ചോദിച്ചു. ഞാൻ ആ പാട്ട് പണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് ആ പാട്ട് ഭയങ്കരമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടത് ശരിക്കും ആ പെർഫോമൻസിനടുത്ത് ജോബോ സംഗീതം ആരോ ഒരാൾ പാടിയിട്ടുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു. പിന്നെ ബെസ്റ്റ് ആക്ടർ അമൃത TV ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഓഡിഷന് പോയിട്ട് സെലക്ട് ചെയ്തില്ല സർത്യേട്ടാ ഞങ്ങള്. റിയാലിറ്റി അതിന്റെ ഫസ്റ്റ് സീസൺ ഓഡിഷന് പോയ ഞങ്ങൾ ഇപ്പൊ മലയാള സിനിമയിലുള്ള 2-3 പേരുണ്ടായിരുന്നു. ഞാൻ അന്ന് അവിടെ വെച്ച് പരിചയം, ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു എന്റെ ഓഡിഷൻ ഞാൻ പങ്കെടുത്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി അന്ന് എന്നെ സെലക്ട് ചെയ്തില്ല. ഇല്ല ആസിഫേ, നമ്മുടെ ഗാനഗന്ധർവൻ ആദ്യമായിട്ട് ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ ഓഡിഷന് പോയിട്ട് മഹാവൃത്തികെട്ട ശബ്ദം എന്ന് പറഞ്ഞ് അടിച്ചോടിച്ച ആളാണ്. അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ ആസിഫ്. അപ്പൊ എനിക്ക് ഇന്റർവ്യൂല് പറയാൻ എന്തെങ്കിലും. പക്ഷെ ആസിഫിക്ക സോ പ്രൗഡ്, ഇന്ന് എന്താണല്ലേ ബെസ്റ്റ് ആക്ടർ അവാർഡ്സ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആസിഫിക്ക.